നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേരന്റിങ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ പേരന്റിങ് എന്നതിന് പലപ്പോഴും അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇടപെട്ടിട്ടുള്ള മേഖലകളിൽ ഞാനുമായിട്ടുള്ള ഇന്ററാക്ഷനുകളൊക്കെ തന്നെ നമ്മുടെ സമൂഹം അടിച്ചമർത്തലുകളുടെയും, അതായത് കുട്ടികളെ ചില കാര്യങ്ങൾ അടിച്ചമർത്തി കുട്ടികൾ ഇന്നതേ ചെയ്യാവൂ, നിങ്ങൾക്ക് ഇത്രയൊക്കെ ആകാവൂ, നിങ്ങൾക്കൊരു പരിധിയുണ്ട്, ആ പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോകണ്ട, പേരൻസ് എന്ന് പറയുന്ന ഞങ്ങൾ അപ്പനും അമ്മയും ഒരു ലക്ഷ്മണ രേഖ വരച്ചു വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കടക്കരുത്, ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ മാതാപിതാക്കൾ അവർ കടന്നു വന്ന വഴികൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ അന്ന് സ്കൂളിൽ പോയത് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ അന്ന് നടന്നാണ് പോയത്, നിങ്ങൾ ഇത്രയും സുഖലോലുപതയിലാണ് ജീവിക്കുന്നത്, ഇന്ന് നിങ്ങൾക്ക് കാറുണ്ട്, നിങ്ങളെ കാറിലൊക്കെ കയറ്റിയല്ലേ ഞങ്ങൾ കൊണ്ടുപോകുന്നത്, ഞങ്ങൾ അന്ന് 1 കിലോമീറ്റർ 5 കിലോമീറ്റർ 3 കിലോമീറ്ററും 10 കിലോമീറ്റർ ഒക്കെ നടന്ന് പൊടിയിലും മണ്ണിലും ഒക്കെ കളിച്ചും ചവിട്ടിയും ഒക്കെ നടന്നാണ് പോയത്, മഴ നനഞ്ഞു പോയവരാണ് ഞങ്ങൾ പലപ്പോഴും, നല്ലൊരു കുട പോലും ഞങ്ങൾക്ക് പിടിച്ച് ചൂടിപ്പോവാനില്ലായിരുന്നു, പറമ്പിൽ നിൽക്കുന്ന വാഴയിലേക്ക് ഇങ്ങനെ പറിച്ച് ഞങ്ങൾ ചൂടിപ്പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറും അതുപോലുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഒക്കെയാണ് പഠിച്ചത്, ഞങ്ങൾക്ക് മാറിയിടുവാൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്തിട്ട് കുട്ടികളെ ടോർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി, അത് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ഇന്നത്തെ യങ് തലമുറയിൽ അതുണ്ടാകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് ഒരു 30-35 വയസ്സിനുള്ളിലുള്ള ആളുകളിൽ അത് അങ്ങനെ കണ്ട് കൂടുതൽ കാണുന്നില്ല. കാരണം അവരൊക്കെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ജനിച്ച് അവരുടെ പേരൻസിനും ഒക്കെ 1-2 മക്കളൊക്കെ ആയിട്ട് വളർന്നവരാണ് കൂടുതൽ. മാത്രമല്ല സാമ്പത്തികമായിട്ടും കുറേയൊക്കെ വ്യത്യാസങ്ങൾ പഴയ തലമുറയുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ പലപ്പോഴും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആളുകൾ പേരൻസ് ഈ UK പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏത് രാജ്യങ്ങളിലായാലും കുട്ടികളുമായി ചെന്ന് ഒരു പുനരധിവാസം ചെയ്തിട്ടുള്ള, മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ജനറേഷനിൽ ഇങ്ങനെ ഒക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കാറുണ്ട്. അത് കുട്ടികളിൽ വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാറുണ്ട്. പല കുട്ടികൾക്കും അത് കോപ്പി ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്, മാനസിക പ്രശ്നങ്ങളിലൂടെ അവർ പോകാറുമുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നുണ്ട്. ഇത് ഞാൻ വിദേശത്ത് ജീവിക്കുന്ന മക്കളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ലോകത്തെവിടെയും എമ്പാടുമുള്ള കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ പേരൻസിന് ഒരു നല്ല പേരന്റിങ് അറിയില്ല എന്നുള്ളത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. കാരണം അവർക്ക് ചില അതിർവരമ്പുകൾ വെച്ച്, അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ അതിർവരമ്പുകളാണ്. അപ്പം അവർ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല, ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ചില ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ തന്നെ അവിടെ ഒരു പാർട്ടീഷൻ ആയി കഴിഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന വ്യത്യാസം ആ കുട്ടികളിൽ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നീ ഒരു പെണ്ണാണ്, നീ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന നിബന്ധനകൾ ആ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്ന മാനസികത വലുതാണ്. നമ്മുടെ സമൂഹം പലപ്പോഴും കുട്ടികളെ ഒരു നല്ല കൂട്ടുകാരായിട്ടല്ല കാണുന്നത്. നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ ഒരു നല്ല കൂട്ടുകാരായിട്ടല്ല കാണുന്നത്. അവരെന്തോ ഞാൻ അപ്പനാണ്, അല്ലെങ്കിൽ ഞാൻ അമ്മയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു ബോർഡർ ലൈനിൽ നിന്നാൽ മതി എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന ചില മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാകാം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ അവര് സ്വതന്ത്രരായിട്ട് തന്നെ വളരാൻ അവരെ അനുവദിക്കുക, അവർക്കൊരു നല്ല കൂട്ടുകാരാകാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ അവരുടെ ഒരു നല്ല കൂട്ടുകാരാണെന്ന് കാണുമ്പോഴാണ് അവർക്ക് എല്ലാം ഒന്ന് തുറന്ന് നമ്മളോട് സംസാരിക്കുവാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവുക. മറിച്ച് നമ്മളൊരു വലിയ ഒരു ഭീകര അവസ്ഥയിൽ, ഞാനിങ്ങനെ ഒരു വലിയ ഒരു ഭീകരനാണെന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് ഇതൊന്ന് തുറന്നു പറയുവാൻ നമ്മളോട് ആർക്കും ഒരു മക്കളും തയ്യാറാകുകയില്ല. പിന്നെ ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് തുറന്നു പറയുമ്പോൾ അവരെ പേടിപ്പിക്കുക, അവരെ ഇൻട്രോവേർട്ടാക്കി കളയുകയാണ് ചെയ്യുക. അപ്പോൾ അവർ മാനസികമായിട്ട് തന്നെ ഉൾവലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഭയത്തിലൂടെ ആയിരിക്കും നമ്മളെ സ്നേഹിക്കുക. നമ്മളോടുള്ള സ്നേഹം ഒരിക്കലും ഭയത്തിലൂടെ ആയിരിക്കരുത്. നമ്മളോടുള്ള സ്നേഹം ഒരു ബഹുമാനം നിറഞ്ഞ ഒരു സ്നേഹമായിരിക്കും. അപ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരു നല്ല കൂട്ടുകാരായിട്ട് മാറുക. അവര് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർ വേർതിരിച്ച്, നീ പെണ്ണാണതുകൊണ്ട് നിനക്ക് ഇത്രയൊക്കെ പാടുള്ളൂ, അവൻ ആണാണ് അതുകൊണ്ട് അവൻ എന്തു ആയിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ നമ്മൾ കുട്ടികളെ വേർതിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കുറ്റബോധവും വലിയ നിരാശയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇടപെടുന്ന മാതാപിതാക്കൾ അവരുടെ അടുത്ത് സമയം ചെലവഴിച്ച് അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുക. പലപ്പോഴും ചെയ്യാറുള്ളത്, നാട്ടിലായാലും വിദേശ രാജ്യത്തായാലും, ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കളുടെ കൂടെ ചെലവഴിക്കാൻ ഒട്ടും സമയം കിട്ടാറില്ല. അവർ പലപ്പോഴും അവരുടേതായ പല കാര്യങ്ങളിലും തിരക്കുള്ളവരായിരിക്കും, തിരക്കില്ലാത്തവരാരുമില്ല. പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്നത് പൊതുവെ മാതാപിതാക്കൾ പറയാറുള്ളൊരു വാക്കുണ്ട്, മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യും, മക്കൾക്ക് വേണ്ടി ഒട്ടും സമയം ചെലവഴിക്കാൻ അവർ തയ്യാറാവുകയുമില്ല. അതെല്ലാം ഇങ്ങനെ ഒരു റൊട്ടേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കും, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അവരോട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ഇത് വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്തു, അവരുടെ കൂടെ ആരൊക്കെയാണുള്ളത്, അവരുടെ കൂട്ടുകാരാരാണ്,
ആരാണ്, അവർക്ക് അവരുടെ ടീച്ചർമാർ ആരാണ്, ടീച്ചർമാരുടെ പേരെന്താണ്, കൂട്ടുകൂടി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരെന്താണ്, അവർ ഇന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തത്, അങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ വളരെ സില്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അത് ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വലുതാണ്. ആ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ മാതാപിതാക്കളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും നമ്മളാരും ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് നമ്മളുമായിട്ടുള്ള കണക്ഷൻസ് തന്നെ കുറഞ്ഞു പോവുകയാണ് പതിവ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാനിത് കൂടുതലും കുറച്ചും കൂടി ഒരു പടിയും കൂടെ മുന്നോട്ട് ഞാൻ കടന്നു പറഞ്ഞാൽ, നമ്മളുടെ കുട്ടികളെ സംശയിക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. കാരണം അവർക്ക് പഠിക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പഴയ കാലമൊന്നുമല്ല, കുരിശ് യുദ്ധങ്ങളെ പറ്റിയും പ്ലാസി യുദ്ധങ്ങളെ പറ്റിയും രണ്ടാം ലോകയുദ്ധവും ഒന്നാം ലോകയുദ്ധമൊക്കെ കാണാപ്പാടം പഠിച്ചു വന്നൊരു കാലഘട്ടത്തിലല്ല ഇന്ന് സമൂഹം പോകുന്നത്. ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായി, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് അവർ വളരെ ക്രിയേറ്റീവാണ്. നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവർക്ക് പലതും സ്വയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് പല അസൈൻമെന്റുകളും സ്വന്തം കണ്ടെത്തി അവർക്ക് എഴുതി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ സമയവും പഴയ കാലത്തെ പോലെ അവർ ഉള്ള കാലമല്ലല്ലോ, ഇന്ന് അഡ്വാൻസ്ഡ് യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് കമ്പ്യൂട്ടറിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പം രാത്രിയിലും പകലും ഒക്കെ അവർ കുറേ സമയം കമ്പ്യൂട്ടറിൽ ചെലവഴിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ആ ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നതിൽ കവിഞ്ഞ് അവരെ സംശയിക്കുന്ന വിധത്തിൽ പോയി എത്തി നോക്കുക, അവരെന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഇടയ്ക്കും പടയ്ക്കൊക്കെ പോയി നോക്കുമ്പോൾ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അതവർക്ക് മനസ്സിലാവുകയും അതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ആ കുട്ടികളെ സംശയിക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കുമ്പോൾ അവർക്ക് നമ്മളിലുള്ള വിശ്വാസവും ആ കുട്ടികൾക്ക് സ്വയമുള്ള അവരുടെ സെൽഫ് കോൺഫിഡൻസും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു പരിധിവരെ മനസ്സിലാക്കിയാൽ കുഞ്ഞുങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കും. അല്ലാതെ രാത്രിയിലും ഒക്കെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എത്തി നോക്കുക, ഇവളെന്താ ചെയ്യുന്നത്. പെൺകുട്ടിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ആൺകുട്ടി അവിടെ അപ്പുറത്തെ റൂമിൽ എന്ത് ചെയ്താലും പ്രശ്നമല്ല. പെൺകുട്ടി റൂമിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൻ്റെ അമ്മയുടെ സംശയം. എന്താണ് ഇവർ വിചാരിക്കുന്നത്? അവർ വല്ല പോണോഗ്രാഫിയും കാണുകയാണെന്നായിരിക്കും ചിലപ്പം ഇവർ ചിന്തിക്കുന്നത്. അത് ആ മാതാപിതാക്കളുടെ മനസ്സിലുള്ള ചിന്താഗതിയാണ്. കുട്ടികൾക്ക് അങ്ങനെയുള്ള ചിന്തയല്ല ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടും ബോധേടയല്ല. കാരണം അവർ ജീവിക്കുന്ന ഈ യുഗത്തില്, അത് മാതാപിതാക്കൾ ജീവിച്ച കാലഘട്ടങ്ങളിലൊക്കെ അത് വളരെ ക്ഷാമമുള്ളൊരു കാലഘട്ടമായിരുന്നുവെങ്കിൽ ഇന്ന് അതിനൊന്നും വലിയ ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊന്നും അതിനെ സംബന്ധിച്ച് ഒട്ടും ബോധേടയല്ല. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ വെച്ചിട്ടാണ് നമ്മൾ ആ കണ്ണുകൊണ്ടാണ് മക്കളെ കാണുന്നതെങ്കിൽ അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതാണ്. കുടുംബങ്ങളിൽ ഉള്ള പല പ്രശ്നങ്ങൾക്കും കാരണം കുഞ്ഞുങ്ങൾ അവർക്ക് എന്തോ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുപോയി എന്നുള്ള ഒരു ചിന്തയാണ് മാതാപിതാക്കൾക്കുള്ളത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആരും കൊടുക്കേണ്ട ഒന്നല്ല. സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവർ ജനിക്കുന്നത്. ഒരു മക്കളും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല എന്നെ ജനിപ്പിക്കണമെന്ന്. അവർ പറഞ്ഞിട്ടാണോ അവരെ ജനിപ്പിച്ചതല്ലോ. അവർ ജനിച്ചു കഴിഞ്ഞ് പുറത്ത് നമ്മളുടെ മക്കളായി കഴിഞ്ഞു കഴിയുമ്പോൾ അവരെ ആഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ അവരെ ജനിപ്പിച്ചതെന്നുള്ള ചിന്തയാണ് അവർക്കുണ്ടാകുക. പലപ്പോഴും പല മാതാപിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊരു ആക്സിഡന്റലി സംഭവിച്ചതാണ്. എത്ര ഭയാനകമാണ് ആ വാക്ക് കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ സൈക്കോളജിക്കലി ആ കുഞ്ഞുങ്ങൾ അപ്പം തന്നെ തീർന്നു എന്നാണ് പറയുന്നത്. പല വേദികളിലും പല പാർട്ടികളിലും പല ഗ്യാതറിങ്ങളിലും ഒരുമിച്ച് കൂടിയിരിക്കുന്ന പല പാർട്ടികളിലും വളരെ അഭിമാനത്തോടു കൂടെ തന്നെയാണ് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് രണ്ടാമത്തെ കുട്ടി ഒരു ആക്സിഡന്റിൽ ഉണ്ടായതാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ കുട്ടി ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, ആ കുട്ടി ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റലി ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ കുട്ടി ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടായിരുന്നു, അതൊരു 5-6 വർഷം കഴിഞ്ഞ് മതിയെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, പക്ഷെ അതൊരു ആക്സിഡന്റലി സംഭവിച്ചു പോയി. ആ വാക്കിൽ തന്നെ എത്ര വേദന ഉണ്ടാക്കുന്നതാണെന്ന് ചിന്തിച്ചു നോക്കുക ആ കുട്ടി കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചു വരേണ്ടതായിരുന്നില്ല, എന്നെ ഇവർക്ക് വേണ്ടായിരുന്നു, ഇവർക്ക് ഒരു അബദ്ധം പറ്റി സംഭവിച്ചതാണ് എന്ന ആ തോന്നൽ ആ കുഞ്ഞു മനസ്സിൽ, ആ പിഞ്ചു ഹൃദയത്തിൽ രൂഢമൂലമായി തീർന്നു കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ വളരെ വളരെ ഭീതിയും വളരെ ഇൻട്രോവേർട്ടും ഒത്തിരി അപകർഷാബോധത്തിലും ഒക്കെ ജീവിച്ച് സമൂഹത്തിൽ ഒരുപക്ഷെ ആ കുട്ടികൾ വലിയ കുറ്റവാളികൾ വരെയായി തീർന്ന ചരിത്രങ്ങളുണ്ട്. മയക്കുമരുന്നിനും അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി അവസ്ഥകളിലേക്ക് കടന്നു പോവുകയും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് വഴുതി വീഴാനും ഒരുപാട് വലിയ വലിയ ഭീകര കുറ്റവാളികളായി തീരാനും ഒക്കെയുള്ള സാധ്യതകൾ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടാത്ത ഒരവസ്ഥയിൽ ജനിച്ച ആളാണ്, അപ്പൊ പിന്നെ എനിക്ക് എന്നെ തന്നെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന തോന്നൽ ആ കുഞ്ഞിൽ ഉണ്ടാക്കുകയാണ്. ഇതിനൊക്കെ കാരണക്കാർ മാതാപിതാക്കളാണ്. ഇതൊരു നല്ല പേരന്റിങ്ങിന്റെ ആവശ്യമാണ്. നമ്മളൊരു പേരന്റ് ആകുക എന്നുള്ളതാണ്. നല്ലൊരു പേരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണെങ്കിലും പേരന്റിങ്ങിന്റെ കാര്യത്തിൽ അവർ വളരെ പിന്നോക്കമാണ്. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പേരന്റിങ്ങിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അവരതിനനുസരിച്ചാണ് ആ കുട്ടികളോട് ഇടപെടുന്നത്.
കൊടുക്കുന്നത്. 18 വയസ്സ് വരെയുള്ള കൃത്യമായ പരിചരണം ആ കുഞ്ഞുങ്ങൾക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് കുറവാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ അവരെ സ്നേഹിക്കുന്നു, പക്ഷേ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പല കുടുംബങ്ങളിലും പല പല പ്രശ്നങ്ങളും നടക്കുന്നത്. നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സംഭവം നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 16 വയസ്സുള്ള ഒരു ആൺകുട്ടി 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊല ചെയ്തു. എത്ര ഭയാനകമാണ്! നമുക്ക് ആർക്കെങ്കിലും അത് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുമോ? ടീനേജർ പ്രായത്തിൽ ആ കുട്ടിയുടെ മനസ്സിൽ, ആ 16 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ ഇത്ര ഭീകരമായ ഒരു വലിയ മനുഷ്യൻ വളർന്നു കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം. അപ്പൊ ഒരു ഭീകരനായ ഒരു മനുഷ്യനെ ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് വളർത്തിക്കൊണ്ടു വന്നതിൽ പൊതുസമൂഹത്തിന് കുറെ പങ്കുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയും അതിലെ ഒട്ടനവധി കാഴ്ചകളും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില ഫിലിമുകൾ അതേപടി കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പതിക്കുകയാണ്. ബ്ലഡീഷ് അല്ലാത്ത ഒരു സിനിമകൾ ആർക്കും ഇഷ്ടമല്ലല്ലോ. മൊത്തത്തിൽ ഒരു രക്തക്കടലൊഴുക്കുന്ന, വാളുകൊണ്ട് തലയും ശരീരവും വെട്ടി കീറി മുറിച്ച് കുടലും ഒക്കെ വലിച്ചു കീറി മൊത്തം ഇങ്ങനെ വലിച്ചു വാരിയെടുത്ത് കുടലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ കൈയടിക്കുകയാണ് ജനം. അത്രമാത്രം ബ്ലഡീഷ് ആയിട്ടുള്ള ഫിലിമുകളെ പോലും ജനം സ്വീകരിക്കാൻ തുടങ്ങി. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഹൊറർ ഫിലിമുകളിൽ കാണുന്നതിനേക്കാൾ ഭീകരമായ സിനിമകളാണ് ഇന്നത്തെ പൊതുസമൂഹത്തിന് മാതൃകയാണ് എന്ന് കരുതുന്ന ഫിലിം ആക്ട്രസ്, ഹീറോയിനായാലും ഹീറോ ആയാലും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടു വളരുന്ന മക്കൾ അവരുടെ ഹൃദയത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഭീകരത്വം വളരുകയാണ്. അവരുടെ മനസ്സ് എന്തിനേയും ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞു. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയെ എങ്ങനെ കൊല്ലണം, റേപ്പ് ചെയ്തു കൊല്ലണം എന്ന് പോലും ആ കുട്ടിയുടെ മനസ്സിൽ അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കുറെ ഇൻവോൾവ്മെന്റ്സ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളെ സ്നേഹത്തോടെ, നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സമീപിക്കുക. സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. കുട്ടികളെ ബഹുമാനിക്കുന്നതിലൂടെയാണ് ആ കുട്ടികൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നത്. ആ കുട്ടികൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സ്കൂളിൽ നിന്ന് ടീച്ചർമാരെ ബഹുമാനിക്കാൻ പഠിക്കുന്നത് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ആ മക്കളുടെ മാതാപിതാക്കൾ ചെയ്ത് കണ്ടിട്ടില്ല അവർ പഠിക്കും. അത് കുട്ടികളുടെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കുട്ടികളുടെ അഭിപ്രായങ്ങളും വികാരങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കേൾക്കാൻ സമയം കൊടുക്കാറില്ല. കാരണം ആ കുഞ്ഞുങ്ങൾ ചെറുതാണല്ലോ എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. തെറ്റാണ്. കുട്ടികൾ പറയുന്ന ആശയങ്ങൾ എന്തായാലും അത് ശ്രദ്ധയോടെ കേൾക്കണം. അവർ പറയുന്ന ആശയങ്ങൾ എത്ര കണ്ട് ചെറുതായാലും അത് അവരെ സംബന്ധിച്ച് വലുതാണ്. അത് നമ്മൾ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ശ്രദ്ധയോടെ കേൾക്കുകയും അതിന് നമ്മൾ മറുപടി പറയുകയും ചെയ്യുക. അത് അവർക്ക് വളരെയധികം അവരെ ഇൻസ്പയർ ചെയ്യുകയും അവരെ വലിയ വലിയ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല മൂല്യങ്ങളും നല്ല ശീലങ്ങളും മാതൃകയിലൂടെ പഠിപ്പിക്കുക. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നല്ല ശീലങ്ങൾ, നല്ല മൂല്യങ്ങളുള്ള, നല്ല വർത്തായിട്ടുള്ള, നല്ല ആശയങ്ങളുള്ള, നല്ല ചിന്താഗതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. അപ്പൊ അത് നമ്മളുടെ ഒരു പങ്ക് അതിൽ വലുതാണ്. പേരന്റിങ്ങിന് ഒരു വലിയ പങ്കുണ്ട് അതിൽ. സോ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് കുറെ വലിയ കാര്യമാണ്. അത് നമ്മൾ അവരോട് സംസാരിക്കുകയും ആ ബന്ധം ശക്തമാക്കുകയും വേണം. ഇന്ന് ഒരു വീട്ടിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഡാഡി, മമ്മി, 3 മക്കൾ. ഈ 3 മക്കളുടെ കയ്യിലും ഓരോ ഫോൺ ഉണ്ടാവും, അപ്പന്റെ അമ്മയുടെയും കയ്യിൽ ഓരോ ഫോൺ ഉണ്ടാവും. ഇവർ 5 പേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവരുടെ ഒരു കൈ ഫോണിലായിരിക്കും. എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ഇതിന്റെ പേരിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പരസ്പരം അവർക്ക് എവിടെയെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുടുംബത്തിലെ കാര്യങ്ങൾ മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ടോക്ക് നടക്കുന്നുണ്ടോ? ഡൈനിങ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഇല്ല എന്നതാണ് സത്യം. ഇതൊക്കെ വരും തലമുറയിലെ വലിയ ഒരു ദുരന്തമായിട്ട് മാറുകയാണ്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ സംസാരിക്കുക, നമ്മൾ ആ ബന്ധം ശക്തമാക്കാൻ ശ്രമിക്കുക. ഒരു കുടുംബത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ കഴിവുകളും താല്പര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഏറ്റവും പിശുക്കുള്ള ഒരു സംഗതിയാണ് ഒരാളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഒരു കാര്യത്തിലും നമ്മൾ അവരെ ഒന്ന് പ്രൈസ് ചെയ്യും. ഒരു അപ്രൈസൽ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഒരാൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി അയാൾക്ക് ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തേ അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. പക്ഷെ നമ്മൾ ഒട്ടും തന്നെ ചെയ്യാറ്, അത് സ്വന്തം കുടുംബത്തിലുള്ളവരായാലും കുടുംബക്കാരായാലും സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും നമ്മുടെ നാട്ടുകാരായാലും സമൂഹത്തിൽ നമ്മൾ ആരൊക്കെയായിട്ട് ഇടപെടുന്നവരായാലും അവരാരും ചെയ്യില്ല. അത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ കുറവാണ്. അതേസമയം നമ്മൾ വിദേശ രാജ്യത്തിലേക്ക് ഒന്ന് പോയാൽ, നമ്മൾ ജോലി സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഇതിനു മുമ്പ് ഇടാത്തൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ചെന്നേ, അല്ലെ മുടിയുള്ളവരാണെങ്കിൽ, എനിക്ക് മുടിയില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ, മുടിയുള്ളവരാണെങ്കിൽ ആ മുടിയൊക്കെ ഒന്ന് സ്റ്റൈലിൽ നീരി വെച്ചോണ്ട് ചെന്നാൽ അപ്പോഴേ അവർ പറയുക യു ലുക്സ് വെരി ഹാപ്പി, യു ലുക്സ് വെരി ഗുഡ്, യു ലുക്സ് ഹാൻസം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരോട് അത് ആ രീതിയിൽ പറയൂ. അങ്ങനെ അവരെ പ്രോത്സാഹനം കൊടുക്കും. അതേസമയം നമ്മുടെ മക്കൾ ചെയ്താൽ പോലും അത് ചെയ്യില്ല. നമ്മുടെ കുടുംബക്കാർ ഒട്ടും ചെയ്യില്ല. അതായത് റിലേറ്റീവായിട്ട് പരിചയക്കാരായിക്കോട്ടെ,
കൊള്ളാം, നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കുറവാണ്. ചെയ്യുന്നവരുണ്ടാവും, കുറവാണ്. അതെല്ലാം ഒന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് വളരെ ഒന്ന് പഠിച്ചാൽ പേരന്റിങ് എന്ന് പറയുന്നതിന് ആ വാക്കിന് തന്നെ ഒരു മൂല്യം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യമാണ് വീട്ടിൽ സുരക്ഷിതത്വവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ്. വീട്ടിൽ നമ്മൾ സുരക്ഷിതരായിരിക്കണം എന്ന ബോധ്യം. നമ്മുടെ വീടാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷിതമായ ഷെൽട്ടർ. അവിടെ നമുക്ക് സുരക്ഷിതത്വമില്ലെന്ന് തോന്നിയാൽ പിന്നെ എവിടെയാണ് ഉണ്ടാവുക? പല കുടുംബങ്ങളിലും അതില്ല. കുടുംബത്തിൽ സുരക്ഷിതത്വമില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട്? അത് മാതാപിതാക്കൾ ഉറപ്പുവരുത്തുക. ഇപ്പം എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സെക്ഷൽ അബ്യൂസ് നടക്കുന്നത് കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ റിലേറ്റീവ്സിൽ നിന്നോ അകന്ന ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ ഒക്കെ ആവാം. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അവരുടെ ആ കുട്ടികളുടെ ടീനേജർ പ്രായം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു സമയമാണ്. ആ സമയത്ത് പലതരത്തിലുള്ള ഇതുപോലുള്ള ആക്ടിവിറ്റീസുകളിലേക്ക്, തെറ്റുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് അവർക്കറിയില്ല തെറ്റാണ്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കി ആ സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കുന്നതാണ് മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരുപാട് തവണ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുള്ളതായിരിക്കും. കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക, അവരുടെ കൂട്ടുകാരുടെ മക്കളുമായിട്ട് അല്ലെങ്കിൽ പരിചയമുള്ള മക്കളുമായിട്ട് അല്ലെങ്കിൽ കുടുംബക്കാരിലുള്ള മക്കളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുക. ഇതൊക്കെ വളരെ തെറ്റാണ്. അതെല്ലാം ആ കുട്ടികളെ തളർത്തി കളയും. ഒരിക്കലും ആ കുട്ടികളെ മേളിലേക്ക് വളരാൻ അനുവദിക്കില്ല. അത് ഉയരം കൊണ്ട് വളർന്നാൽ പോരാ, മനസ്സുകൊണ്ട് വളരാൻ അവരെ അനുവദിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ശാരീരികമോ മാനസികമോ ആയ പീഡനം ഒരിക്കലും നടത്തരുത്. ഒരു കാലത്ത് ഒരുപാട് മാതാപിതാക്കൾ ശീലിച്ചിരുന്ന കാര്യമാണ് മക്കളെ ഉപദ്രവിക്കുക, അടിക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ അടിക്കുക. അത് ഒരിക്കലും പാടില്ല. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അവരെ വേദനിപ്പിക്കരുത്. കാരണം അവർക്ക് ഉണ്ടാകുന്ന ഓരോ ക്ഷതവും അവരുടെ ഹൃദയത്തെ അത് ബാധിക്കും. അവരുടെ എല്ലാ തലത്തിലുമുള്ള അവരുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവരെ വാക്കുകൊണ്ടോ മറ്റു തരത്തിലോ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നല്ലൊരു പേരന്റായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അപഹേളനവും അപമാനവും നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക. ചില ആളുകളുണ്ട് പലതരത്തിലുള്ള അവഹേളനം ആ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കും. അവരെ അവഹേളിക്കുക എന്ന് മാത്രമല്ല, അവരെ ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്യുന്ന വിധത്തിൽ പലപ്പോഴും വാക്കുകൾ പറയും. അപ്പൊ അപമാനിക്കുന്നതോടൊപ്പം അത് ആ കുട്ടികളെ തളർത്തി കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അത് അവരെ ഓരോ വാക്കുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം അവരെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അമിതമായ പ്രതീക്ഷകളും സമ്മർദ്ദവും കുട്ടികളെ അടിച്ചേൽപ്പിക്കരുത്. കുട്ടികളിൽ അമിതമായിട്ടുള്ള പ്രതീക്ഷകളും സമ്മർദ്ദവും കൊടുക്കരുത്. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ LKG മുതലേ ആ കുട്ടികളിൽ ചില സമ്മർദ്ദത്തിന് ആ കുട്ടികളെ വശംവദരാക്കിയാണ് പഠിക്കുന്നത്. ആ കുട്ടികളെ നീ ഇന്നതുപോലെ പഠിക്കണം, ഇന്നത് ചെയ്യണം, നീ ഇന്നതാകാനിരിക്കുന്നതാണ്, ഒരു ഡോക്ടറും എഞ്ചിനീയറും ആയാൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെയാണ് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എത്ര ഭയങ്കര മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളുമാണെന്ന് ആലോചിച്ചോ. ആ കുട്ടികൾ അവരുടെ ടാലന്റിനനുസരിച്ച് വളരട്ടെ, പഠിക്കട്ടെ. ഇന്നിപ്പം അവർക്ക് എന്തൊക്കെ പഠിച്ച് എങ്ങനെയൊക്കെ അവിടെ എത്തിച്ചേരണമെന്നുള്ള അവർക്കറിയാം. പഠിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയല്ല, പിന്നെ പഠിച്ച് നമ്മൾ എത്തിച്ചേരേണ്ടത് ഒരു സ്റ്റാറ്റസ് സിമ്പൽ ഉണ്ടാക്കി. ജോലിയുടെ സിമ്പൽ എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റാറ്റസ് സിമ്പൽ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാകുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആകുക എന്ന് മാത്രമാണോ? ഒരിക്കലുമല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സും മാന്യതയും ഉണ്ടെന്ന് ഇന്ന് സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ, യുവാക്കളും യുവതികളും എല്ലാം നാട് വിട്ടു പോകുന്നത് കണ്ടിട്ടില്ലേ? അവർ നാട് വിട്ടു പോയിട്ട് അവരെന്തെല്ലാം ജോലികൾ ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ജോലികളും ചെയ്യാൻ അവർ തയ്യാറല്ലേ? സ്വന്തം നാട്ടിൽ ചെയ്യാൻ സമൂഹം സമ്മതിക്കില്ല. കാരണം അവരെ അപ്പം തന്നെ എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്തു. ഓരോരുത്തരുടെയും ജോലിയുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ചാണ് അവരുടെ അന്തസ്സും മാന്യതയൊക്കെ അളക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറേണ്ട സമയം കഴിഞ്ഞു. അത് ഇല്ലാത്തൊരു രാജ്യത്തേക്ക് അവർ പറന്നു പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ സ്വകാര്യത നമ്മൾ ലംഘിക്കാതിരിക്കുക. കുട്ടികൾക്കൊരു സ്വകാര്യതയുണ്ട്. ആ സ്വകാര്യത എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അവരുടെ ആ സ്വകാര്യതയിൽ ഒരാൾക്കും ഇടപെടുവാനുള്ള റൈറ്റ് ഇല്ല. അവർക്കൊരു സ്പേസ് ഉണ്ടായിരിക്കണം. അവരുടെ ലൈഫിന് ഓരോരുത്തർക്കും ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അത് അവരുടെ സ്വകാര്യതയായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അത് തീർച്ചയായിട്ടും അതിനകത്തേക്ക് ഒരു ഒളിഞ്ഞുനോട്ടം, ഒരു എത്തിനോട്ടം മാതാപിതാക്കളായാലും മറ്റുള്ള ആരായാലും ചെയ്യാൻ പാടില്ല. ഇനി മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾ കുട്ടികളുടെ പ്രായം മനസ്സിലാക്കി അതിന് ചില കൺട്രോൾ വരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട്, കുട്ടികൾ കരയാതിരിക്കാനും മാതാപിതാക്കൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യാനും സ്വൈരമായിരുന്നു ചെയ്യാനും ഒക്കെ അവർ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കും. കുഞ്ഞിനെ കൊടുക്കുന്നതാണ്. ആ കുട്ടികൾ ആ ഫോണിനകത്താണ് ജീവിതം തുടങ്ങുന്നത് തന്നെ. അതെല്ലാം വലിയ തെറ്റാണ്. ഒരു നിശ്ചിത സമയത്തുള്ള ടൈമിൽ കൂടുതൽ ഒരു TV പോലും, അതും എത്ര ഡിസ്റ്റൻസിൽ വെച്ചല്ലാതെ TV പോലും കുഞ്ഞുങ്ങളെ കാണിക്കരുത്. അതൊക്കെ അവരുടെ കണ്ണിന്റെ കാഴ്ചയെ പോലും ബാധിക്കും. അപ്പൊ ഇതൊക്കെ
തീർച്ചയായിട്ടും മാതാപിതാക്കളൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു നല്ല പേരൻ്റായി അവർക്ക് കുട്ടികളെ ലുക്കാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അവർക്ക് അവരുടെ മേൽ ഒരു കണ്ണുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരെ സംശയിക്കുക എന്നല്ല അർത്ഥം. അവരുടെ മേൽ നല്ലൊരു ഗൈഡൻസ് കൊടുക്കുക എന്നും കൂടി അർത്ഥമുണ്ട്. ആ രീതിയിലുള്ള ഒരു ഗൈഡൻസ് ആയിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അവർ പറയുന്ന ഏത് കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കും. ഒരിക്കലും അവരെ അടിച്ചു താത്തുന്ന, നമ്മളിങ്ങനെ കുട്ടികളെ കോൺഫിഡൻസ് ഇല്ലാത്തവരായി, ആ സ്വന്തം ചില തീരുമാനങ്ങൾ എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരായിട്ട് അവരെ കാണുന്നു എന്ന് അവർക്ക് തോന്നലുണ്ടാകുമ്പോൾ അവർക്ക് സ്വയമേ ആക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. അവർ പലപ്പോഴും അവരെടുക്കേണ്ട ചില തീരുമാനങ്ങൾ, ചില റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ അവർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരാറുണ്ട്. പലപ്പോഴും ഞാനിവിടെ UK ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ക്ലയൻസ് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നാട്ടിലിരിക്കുന്ന അവരുടെ പേരൻസാണ് പലപ്പോഴും അവരെ റൈഡ് ചെയ്യുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. 10, 30, 35 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ. പക്ഷേ അവർക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പലപ്പോഴും എന്താ ചെയ്യുന്നത്, നാട്ടിലിരിക്കുന്ന പേരൻസ് ഇവരെ ഗൈഡ് ചെയ്യുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്. കാരണം അവരെടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ തന്നെ എടുക്കേണ്ട ഡിസിഷനാണ്. അതിനകത്ത് പേരൻസിനകത്ത് യാതൊരു വിധത്തിലുമുള്ള ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അവരിവിടെ ഒരു വീടെടുക്കുന്നു, വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കേണ്ട ആളോട് ചോദിക്കുന്നു, അറിയുന്നു. അപ്പോൾ അതുമായിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അവരുടെ സാലറി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഈ രാജ്യത്ത് നടക്കുന്ന, ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. അതിന് നാട്ടിലിരിക്കുന്ന പേരൻസിന് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന പേരൻസ് ഒരു ഹെലികോപ്റ്റർ ഡാഡിയും മമ്മിയുമായിട്ട് പ്രവർത്തിക്കുകയാണ് നാട്ടിലിരുന്നുകൊണ്ട്. അപ്പോൾ നമ്മളുടെ മക്കളെ ഒരു ഹെലികോപ്റ്റർ ഡാഡിയും മമ്മിയുമായിട്ട് നമ്മൾ അതിൻ്റെ മേൽ റോന്തി ചുറ്റേണ്ട ആവശ്യമില്ല. അവർ സ്വതന്ത്രരായി ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയോട് കൂടി വളരാൻ അവരെ ചെറുപ്പം മുതലേ പ്രാപ്തരാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ ചില സാഹചര്യങ്ങളിൽ തകർന്നു പോകും. ചില അവസരങ്ങളിൽ അവർക്ക് മാതാപിതാക്കളുടെ സപ്പോർട്ട് കിട്ടാതെ വരും, അവർക്ക് റീച്ചബിൾ അല്ലാതെ വരും. മാതാപിതാക്കളെ റീച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ദൂരങ്ങളിലാണെങ്കിലും അടുത്താണെങ്കിലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തളർന്നു പോകും. അങ്ങനെയൊക്കെ ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ലോകം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ മക്കളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ സ്വയം തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കി അവരെ വളർത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഈ പേരൻറ്റിങ്ങിനകത്തുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. അതുപോലെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യം, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാതാപിതാക്കൾ തമ്മിൽ ഉള്ള കലഹം അത് ആ കുട്ടികളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. ഇന്ന് പല കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് വിദേശത്തുനിന്നോ സ്വദേശത്തുനിന്നോ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ചിന്തിക്കരുത്. ഞാനീ പറയുന്ന ലോകത്തെമ്പാടുമുള്ള നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കാരണം മാതാപിതാക്കൾ തമ്മിൽ ഭയങ്കര വാക്ഫൈറ്റാണ്, പലപ്പോഴും ആർഗ്യുമെന്റ്സ് ആണ്. അവരുടെ പലപ്പോഴും ആർഗ്യുമെന്റേറ്റീവ് ആകുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ ആ കുട്ടികളുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കും. മക്കൾ എപ്പോഴും വീട്ടിലേക്ക് കയറി വരാൻ പേടിയാണ്. സ്കൂൾ വിട്ടൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത്, ഇന്ന് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ള ഭയങ്കര പേടിയുമായിട്ടാണ് മക്കൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അതൊക്കെ എത്ര വലിയ ദുരന്തമാണ് ആ കുടുംബങ്ങളിൽ, ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല സ്ഥിരതാബോധത്തോടു കൂടി വളരാൻ കഴിയില്ല. അവിടെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം മാതാപിതാക്കൾ പരസ്പരം ഈഗോയിലൂടെ പോവുകയാണ്. അവരുടെ ആ ഈഗോ അവരെ കൊണ്ടെത്തിക്കുന്നത്, അവർ ഭയങ്കരമായിട്ടുള്ള വാക്ഫൈറ്റ് നടത്തി അവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അവർ രാത്രിയിൽ ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങും. പക്ഷേ ഈ മക്കളുടെ മനസ്സിലേറ്റ മുറിവുകൾ ഒരു കാലം ഉണങ്ങില്ല. അവർ ഒരുമിച്ച് അടി കൂടും, തെറി പറയും, ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ച് ആൽക്കോൾ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതിക്കോളൂ. ഈ ഭീകര രംഗം കണ്ടിട്ട് മക്കള് പകച്ചന്തം വിട്ട് മനസ്സ് തകർന്ന് അവരുടെ ഹൃദയത്തിലേറ്റ മുറിവുകൾ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളായിട്ട് കിടക്കും. പക്ഷെ ഈ പറഞ്ഞ ബഹളമുണ്ടാക്കിയ മാതാപിതാക്കളോ, അവർ ഒരു ദിവസം അല്ലെ 2 ദിവസം കഴിയുമ്പോൾ അവരൊരുമിച്ചായി, അവർ സന്തോഷമായി, അവർ വർത്തമാനം പറഞ്ഞ് അവർ ലോകിയുമായി, അവർ ഒരു ബെഡിൽ സുഖമായിട്ട് അവരുടെ നിത്യജീവിത പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ട് കിടക്കും. ഈ ആ മക്കളുടെ മനസ്സിലേറ്റ മുറിവുകളുമുണ്ട്. ആ മക്കൾക്ക് ഈ മാതാപിതാക്കളെ പിന്നെ കാണുമ്പോൾ ഒരു പേടിയാണ് ഭയങ്കര. അവിടെ എവിടെയാണ് സുരക്ഷിതത്വമുള്ളത്? അവർക്ക് 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവരെ കൊണ്ടുപോയിട്ട് കുറെ കാണാത്ത കാര്യങ്ങളൊക്കെ കാണിക്കാൻ ടൂർ പോയിട്ട് കാര്യമുണ്ടോ? അവരുടെ ഹൃദയത്തിലേറ്റ മുറിവുകൾ ഇവർക്ക് ഉണക്കാൻ സാധിക്കുന്നുണ്ടോ? അവർക്ക് കുറെ വില കൂടിയ വസ്തുക്കൾ മേടിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ കുടുംബത്തെ സമാധാനം ഉണ്ടാകുക. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ ജീവിക്കുന്ന അന്തരീക്ഷം അവിടെ ഒരു
പീസ് ഓഫ് മൈൻഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതാന്തരീക്ഷം ഉണ്ടാക്കുക. ഇത് പേരൻസ് ആണ് ചെയ്യേണ്ടത്. അതില്ലാത്ത കുടുംബങ്ങളിൽ ഒരുപാട് അരക്ഷിതാവസ്ഥയിലൂടെ കുഞ്ഞുങ്ങൾ ജീവിക്കും. ആ കുഞ്ഞുങ്ങൾ ഒരു ദുരന്ത കഥാപാത്രമായിട്ട് മാറലാണ് സാധാരണ പതിവ്. സോ ആ സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി ആളുകൾ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ കുട്ടി കൊടുത്തുവിടുന്ന ഫുഡ് സ്കൂളിൽ ചെന്നിട്ട് കഴിക്കുന്നില്ല, അതിൻ്റെ പേരിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭയങ്കര ആർഗ്യുമെന്റ്സ് ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു പക്ഷേ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ഒക്കെ അവരെ നിർബന്ധിച്ച് കൊടുത്തു വിടുന്നതായിരിക്കും. ഇതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് അത് ഒരു എംബാരസിങ് ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മൾ പേരൻസ് മനസ്സിലാക്കണം. കാരണം നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, കറികൾ, ഫുഡ്, ആ ഒരു രീതി അത് സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ആ കുട്ടികൾക്ക് തോന്നുന്നത് ആദ്യമൊക്കെ കൊണ്ടുപോയിരിക്കും ചെറിയ ക്ലാസ്സിലൊക്കെ, കുറച്ച് കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുക. അവരുടെ ഫീലിംഗ് ഒരുപക്ഷെ നമ്മളോടത് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികൾ കൊണ്ടുപോകും. പക്ഷേ ആ കുട്ടികളത് സ്കൂളിൽ ചെന്ന് അത് കഴിക്കാൻ അവരുടെ മുമ്പിൽ നിന്ന് കഴിക്കുമ്പോൾ ആ കുട്ടികൾ പലപ്പോഴും കൂടെയുള്ള കുട്ടികൾ പലതും പറഞ്ഞിട്ട് അവർ ഇൻട്രോവേർട്ടായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അതിന് സ്കൂൾ ലഞ്ച് സിസ്റ്റമുണ്ട്. ആ സ്കൂൾ ലഞ്ച് സിസ്റ്റത്തിൽ തന്നെ അവർ പോട്ടെ, വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാമല്ലോ, അങ്ങനെ ആ രീതിയിൽ നമ്മൾ അവരെ കാണുക. കുട്ടികളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. പലപ്പോഴും മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നത് അവിടെയാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാൻ പറയുന്നതിനപ്പുറത്ത് വേറൊന്നുമില്ല എന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പിന്നെ പലപ്പോഴും അവർ സ്വതന്ത്രരായി, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ അവരെ അനുവദിക്കുക. നമ്മളുടെ ബ്രെയിൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ സ്വതന്ത്രമായ ചിന്തകൾ വളരട്ടെ. അതാണ് എപ്പോഴും അഭികാമ്യമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആ ടോപ്പിക് അങ്ങനത്തേതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മിസ്സാകാതെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അന്ന് ഇതുപോലുള്ള യൂട്യൂബ് സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ പരിമിതമായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ അങ്ങനത്തെ മിസ്റ്റേക്ക് ഇനി വരും തലമുറകൾക്കോ ഇപ്പോൾ ജീവിച്ചു പോകുന്നവർക്കോ വരാതിരിക്കട്ടെ എന്നുള്ളതും കൂടി ഒരു പാഠമായിട്ട് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും അത് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഞാൻ തീർച്ചയായും നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.